രൂപ വില വരുന്ന ട്രിഗറിന്റെ എർഗോ ബഡ്സ് 1 എന്ന മോഡൽ ഇയർ ബഡ്സ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. നല്ല മിനുസത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മുട്ടത്തോട് കുറച്ചുകൂടെ മിനുസപ്പെടുത്തിയ എങ്ങനെയാണ് അതുപോലെയാണ് ഇതിന്റെ ഒരു മിനുസം വരുന്നത്. കയ്യിൽ നിന്ന് തെന്നിപ്പോകുമോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും, പക്ഷെ തെന്നിപ്പോകുകയല്ല, ചെറിയൊരു ഗ്രിപ്പൊക്കെ ഉണ്ട്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെയാണ്. ഇതിന്റെ അകത്ത് റൈറ്റ് ലെഫ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വലത്ത് ചെവിയിൽ വെക്കേണ്ടത് ഏത്, ഇടത്ത് ചെവിയിൽ വെക്കേണ്ടത് ഏത് എന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഇയർബഡ്സിന്റെ സൈഡിൽ സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. ഇയർബഡ്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അകത്ത് ഇതുപോലെ ഒരു സ്പീക്കർ ഉണ്ട്. പിന്നെ അകത്തും ഒരു റൈറ്റ് ലെഫ്റ്റ് മാർക്കുണ്ട്. വലത്ത് ചെവിയിൽ ഏതാണ്, ഇടത്ത് ചെവിയിൽ ഏതാണ് എന്നുള്ള മാർക്കുണ്ട്. പിന്നെ ഇതൊരു ചാർജിങ് പോയിന്റ് ആണ്. ഈ ബോക്സിൽ വെച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ചാർജ് കണക്ട് ആവാനുള്ള ഒരു ചെറിയ 2 പിന്നുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മൾട്ടി ഫങ്ഷൻ ടച്ച് ബട്ടൺ ആണ്. ഇതിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ വോയിസ് കൺട്രോൾ ചെയ്യുക, കോൾ എടുക്കുക, നെക്സ്റ്റ് വീഡിയോ. അപ്പൊ അതിന്റെ ഒരു വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇത്തിരി അതിനെക്കുറിച്ച് പറയാനുള്ളത് കൊണ്ടാണത്. ആ ടച്ച് എങ്ങനെ വർക്ക് ആവുന്നു എന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ അത് അറിയാത്തവര് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. സിലിക്കോൺ ആണ് നമ്മൾ ഇയറിൽ വെക്കുന്ന ആ ഒരു ഭാഗം. അപ്പൊ ഇത് കറക്റ്റ് ചെവിക്ക് അകത്തോട്ട് ഇറങ്ങിപ്പോയിരിക്കുകയല്ല. ഈ ചെവിയിൽ നമ്മൾ ഇത് ലോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരു പരിധി കൂടുതൽ കറക്റ്റ് ആ ചെവിയുടെ അകത്തൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതിലത് കറക്റ്റ് ഫില്ലായിട്ട് നിൽക്കും. നമുക്ക് ഇയർഫോൺ വെച്ചൊരു ഫീലിങ്ങോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഈ ഒരു പ്രോഡക്റ്റ് വെക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. പിന്നെ ഈ ഒരു ബോക്സിന്റെ പുറകിലായിട്ട് ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടും ഒരു റീസെറ്റ് ബട്ടണുമാണുള്ളത്. ബ്ലൂടൂത്ത് ഫോണിലെ ഓൺ ആക്കുക, റീസെറ്റ് ബട്ടൺ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, തൊട്ട് കഴിഞ്ഞാൽ മതി. വളരെ ഒറ്റ പ്രാവശ്യം ഒരു ടച്ച്, അത് കഴിഞ്ഞിട്ട് സെർച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്താലാണ് ഇത് കണക്ട് ആവുക. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് ബ്ലൂടൂത്ത് ആണോ അവൈലബിൾ അതുമായിട്ട് ഇത് ലിങ്ക് ആവും. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യമാണ് നമ്മൾ ഇത് പെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്താൽ, ബ്ലൂടൂത്ത് ഇയർബഡ്സിന്റെ ബോക്സ് ഓപ്പൺ ചെയ്താൽ ബ്ലൂടൂത്ത് ഫോണിൽ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഫോണുമായിട്ട് കണക്ട് ആവും. അതുപോലെ തന്നെ ഒരു ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഇയർബഡ്സ് എടുത്ത് ചെവി വെച്ചാൽ അത് വർക്ക് ആവും. അതുപോലെ വലത്ത് സൈഡിൽ വെച്ചു, പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഇടത്ത് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വലത്ത് സൈഡിൽ വെച്ചേക്കുന്ന ആ ബോക്സിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടത്ത് സൈഡിലുള്ള ഒരെണ്ണമായിട്ടും വർക്ക് ആവും. പിന്നെ ഈ ഒരു പെർമിഷൻ ഓക്കെ കൊടുക്കുക. പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഒരു 100% ബാറ്ററി ചാർജിങ്ങിലാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷെ സ്റ്റക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് പ്ലേ ആവും, പ്ലേ ഡിലേ പോലെയൊക്കെ തോന്നും. അപ്പൊ അത് ഇയർബഡ്സ് കണക്ട് ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഫോൺ ഒന്ന് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും. ഒരു പ്രാവശ്യം നമുക്ക് അങ്ങനെ ഓൺ ഓഫ് ചെയ്യേണ്ടി വരത്തുള്ളൂ. പിന്നീട് വളരെ സ്മൂത്ത് ആയിരിക്കും. അപൂർവം ചില ഫോണിൽ മാത്രമാണ് അങ്ങനത്തെ ഇഷ്യൂ വരുന്നത്, അതായത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം. ഇപ്പൊ ഞാൻ ഈ ഫോണിൽ കണക്ട് ചെയ്തപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, വേറൊരു ഫോണിൽ കണക്ട് ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. കമ്പനി കുറച്ച് പ്രത്യേകതകളൊക്കെ ഇയർബഡ്സിന് അവകാശപ്പെടുന്നുണ്ട്. ഇതൊരു സ്റ്റീരിയോ ബഡ്സ് ആണ്. അതുപോലെ തന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്ത 180 മിനിറ്റ് പ്ലേ ടൈം കിട്ടും എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഫാസ്റ്റ് ടൈപ്പ് റീചാർജിങ് ആണ്, ഫാസ്റ്റ് ആയിട്ട് ചാർജ് കയറും. പിന്നെ ഫുൾ ചാർജിൽ 48 മണിക്കൂർ വരെ ഇതിന് പ്ലേ ടൈം കിട്ടും. പിന്നെ ഇതൊരു വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ 1 ടച്ച് വോയിസ് അസിസ്റ്റൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം 7000 രൂപയുടെ മുതലാണ്, നമുക്ക് കിട്ടിയത് 2000 രൂപയാണ്. അപ്പോൾ 7000 രൂപ അനുസരിച്ചുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൗണ്ട് അതൊരു 1.5 ക്വാളിറ്റിയും അന്യായ ഫീലും തന്നെയാണ്. ചെവിയിൽ നമ്മൾ ഇത് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവില്ല. ചെവിയിൽ ഒരു സംഭവം ഇരിപ്പുണ്ട് എന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല, അത് മറന്നുപോകും. അതുപോലത്തെ ഒരു സിലിക്കൺ മെറ്റീരിയൽ ആണ് നമ്മുടെ ചെവിയെ കണക്ട് ചെയ്തേക്കുന്ന മെറ്റീരിയൽ. സിലിക്കൺ മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ചെവിയിൽ നമ്മൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇത് ചെവിയിൽ നിന്ന് ഊരിപ്പോരുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം ചെറിയൊരു ഗ്രിപ്പും ചെറിയൊരു പിടുത്തവും ഒക്കെ നമുക്ക് ചെവിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ചെവിയിലോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ്. അപ്പൊ നമ്മൾ തലയൊന്ന് ചരിച്ചാലോ, അങ്ങനത്തെ തലയൊന്ന് ചരിച്ചാലോ അത്യാവശ്യം ഓടിയാലോ അങ്ങനെയൊന്നും ഈ സംഭവം ചെവിയിൽ നിന്ന് വിട്ടു പോകത്തില്ല. പിന്നെ ഇത് ഹെൽമെറ്റിന്റെ അകത്ത് വയ്ക്കല് അത്ര പ്രായോഗികമല്ല, കാരണം ടച്ച് പുറത്താണുള്ളത്. അപ്പൊ ഹെൽമെറ്റിൽ അത് ടച്ച് ആകുമ്പോൾ അതനുസരിച്ചുള്ള
ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഓഫീസ് വർക്ക് കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാത്ത ഏതൊരു കാര്യത്തിനും ഇത് വളരെ സൂപ്പറും സേഫുമാണ്. പിന്നുള്ളത് കണ്ണാടി ഉപയോഗിക്കുന്നവരാണ്. കണ്ണാടി ഉപയോഗിക്കുന്നവർക്കും ഈ ഇയർഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കണ്ണാടി എന്നെ മേളിൽ വെച്ചാൽ മതി. അപ്പൊ ചെവിയിൽ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല, സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണേ.